അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ല റാഹത്തല്ലേ ചങ്കളെ? ഇന്നൊരു 6 ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. ഇന്നത്തെ വേക്കൻസി നമുക്ക് നാട്ടിലുള്ള ആളുകൾക്കും ഉണ്ട്, സൗദിയിലുള്ള ആളുകൾക്കും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാദിൻ്റെ ഔട്ട് ഓഫ് റിയാദ് പോയിട്ട് ഒരു ലൈസൻസ്, പഴയ ലൈസൻസ് പുതിയ ഇക്കാമയിലേക്ക് ചേഞ്ച് ചെയ്യണ കാര്യങ്ങൾ സംബന്ധമായിട്ട് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ സുഹൃത്ത് മെസ്സേജ് അയച്ചിരിക്കണു റിയാദിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അയാൾ ആ വീഡിയോ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ല. ആരും അവിടെ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. കാരണം ഞാനിത് വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട് ഷഫീഖായി മടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് മുന്നേ ഞാൻ അറിയാൻ കഴിയുകയാണെങ്കിൽ നമുക്കത് പോയി മടങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് മടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അത് ആ സുഹൃത്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ കമൻറ്റുകൾ ഇടുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന വീഡിയോസും എല്ലാം നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക ഫുള്ളായിട്ട്, എന്നിട്ട് കമൻറ്റ് ഇടുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മളെ വേക്കൻസിയിൽ ഒന്നാമത്തെ വേക്കൻസി ഉള്ളത് ജിദ്ദയിലാണ് കേട്ടോ. ജിദ്ദയിൽ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിൻ്റെ അകത്താണ്. അപ്പോൾ ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ്. തനാസിലെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. 40 വയസ്സിനകത്തുള്ള ആളുകൾ മാത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 1800 റിയാൽ സാലറി ഉണ്ട്, റൂമും ഉണ്ട് കേട്ടോ. ലൈസൻസും ഇക്കാമയും വാലിഡ് ആയിരിക്കണം. അറബി അത്യാവശ്യം അറിഞ്ഞിരിക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വേക്കൻസി ഉള്ളത് ഒരു ഷവർമ മേക്കർ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അയലിലേക്ക്. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ആ ഒരു വേക്കൻറ്റിന്. തനാസിൽ വേക്കൻസി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1-2 മാസമൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ തനാസിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കി ഞാൻ ഒരു കോൺടാക്ട് നമ്പർ തരാം. മൂന്നാമത്തെ വേക്കൻസി ഉള്ളത് റിയാദിലേക്കാണ് കേട്ടോ. അതും തനാസിൽ വേക്കൻസിയാണ്, ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ് കേട്ടോ. സാലറി പറഞ്ഞിട്ടുള്ളത് 2200 റിയാൽ സാലറി ഉണ്ടാവും, റൂമും ഉണ്ടാവും. പിന്നെ അതിന് ഏജിന് വ്യത്യാസമുണ്ട്. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ്, ഷഫീഖായി ഞങ്ങൾക്ക് ഇത്ര വയസ്സായിട്ടുണ്ട്, ഞങ്ങൾക്ക് വേക്കൻസി ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ വേക്കൻസിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. 40 വയസ്സിൻ്റെ മുകളിലും 50 വയസ്സിൻ്റെ താഴെയും. ചെറുപ്രായക്കാരല്ല വേണ്ടത്, 40 വയസ്സിൻ്റെ മുകളിലും 50ൻ്റെ താഴെയായിട്ടുള്ള ആളുകളാണ് വേണ്ടത് കേട്ടോ. സാലറി പറഞ്ഞിട്ടുള്ളത് 2200 റിയാൽ സാലറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ എവിടെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. ലൊക്കേഷന് മുർസലാത്തനാണ് കേട്ടോ. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ആക്കി. നാലാമത്തെ വേക്കൻസി ഉള്ളത് നാട്ടിലുള്ള ആളുകൾക്ക് കേട്ടോ. AC ടെക്നീഷ്യൻ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല എക്സ്പീരിയൻസ് വേണം. മെയിൻ്റനൻസ്, റിപ്പയർ, അതുപോലെ തന്നെ ഫിറ്റിംഗ്, ഇതിൻ്റെ എല്ലാ വർക്കും ക്ലിയർ ആയിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, GCCയിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ആരെങ്കിലും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കി കേട്ടോ. അറബിയൊക്കെ അറിയണേ. അപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കാണ് ആളെ വേണ്ടത്, ജിദ്ദയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ആ മലയാളിൻ്റെ നമ്മളുടെ വേക്കൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ മലയാളിൻ്റെ നമ്പർ ഞാൻ തരുന്നുണ്ട്. ആ ഒരു സൗദിൻ്റെ നമ്പർ നിങ്ങൾക്ക് തരും. നിങ്ങളും സൗദിയും ഇത്തിഫാക്ക് ചെയ്ത് എങ്ങനെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, സാലറി, എല്ലാ എക്സ്പെൻസും നിങ്ങൾ അവരുമ്പാടെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രം അതിന് പോരുക. ഞാൻ ഈ നമ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാമ നിങ്ങളും അവരും തമ്മിലാണ്. ഒക്കെ നാട്ടിലെ ആളുകളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതാണ്. ഞാനൊരു വേക്കൻസി ഉണ്ട് പറഞ്ഞ നമ്പർ തന്നു കഴിഞ്ഞാൽ ബാക്കി എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളും അവരും തമ്മിൽ സംസാരിക്കുക. ഷഫീഖ് ഭായി ഞാൻ നിങ്ങളെ വേക്കൻസി, നിങ്ങൾ പറഞ്ഞ വേക്കൻസിക്ക് അങ്ങനെ ആക്കി ഇങ്ങനെ, അതൊന്നും പറഞ്ഞ് ആരും മെസ്സേജ് അയക്കരുത്. ഒരു വഴി കാണിച്ചു തരുന്നുണ്ടല്ലോ, ബാക്കി നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. അടുത്ത വേക്കൻസി ഉള്ളതും നാട്ടിലുള്ള ആൾക്കാട്ടോ. ഖത്തറിലേക്കാണ് ആ വേക്കൻസി ഉള്ളത്. ആടിനെ പുഴുങ്ങാൻ അറിയണം. അടിപൊളി പരിപാടിയല്ലേ, ആടിനെ പുഴുങ്ങുക. അതുപോലെ തന്നെ അരീഷ്, ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയണം. ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന കുക്കല്ല, കുക്കുകൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും എക്സ്പെൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു 40 വയസ്സിനകത്തുള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1800 റൂമും ഉണ്ട്, ഫുഡും ഉണ്ട്. അപ്പോൾ ആളുകൾ പറയും ഇതിപ്പോൾ എന്ത് സാലറി ആണെന്ന് പറയും. അപ്പോൾ പറഞ്ഞുതരാം. ഇവർ ഓർഡർ എടുക്കുകയാണ്.
ഓർഡർ എടുത്തിട്ട് ഹോട്ടലിലേക്കല്ല ഓർഡർ എടുക്കുന്നത്, വീട്ടിലേക്കും അല്ല. നമ്മളിപ്പോൾ ഈ മെസ്സൊക്കെ കുക്ക് ചെയ്യാലോ, അതുപോലെ കുക്ക് ചെയ്യാണ്. ഓർഡർ സെപ്പറേറ്റ് എടുത്തിട്ട് അവരിത് പുഴുങ്ങിയിട്ടൊക്കെ കൊടുക്കുകയാണ് പുറത്തേക്ക്. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കേ അറിയുള്ളൂ. കുഴപ്പമില്ലാത്തൊരു ജോബായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻ്റ് പറഞ്ഞത്. ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും വേണം, GCCയിൽ എക്സ്പീരിയൻസ്. ഓക്കെ, അടുത്ത വേക്കൻസി ഉള്ളത് റിയാദിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നാട്ടിലുള്ള ആളുകൾക്കാണ് വേക്കൻസി ഉള്ളത്. എക്സ്പെൻസ് ഉണ്ടാവും. ഇത് നേരത്തെ തന്നെ പറയാൻ കാരണം ഇന്നലെ 1-2 ചർച്ചകൾ ഞാൻ കേട്ടു ഗ്രൂപ്പുകൾ കൂടെ. പിന്നെ ഹൗസ് ഡെയർ പേപ്പർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തൂടെ എന്നുള്ളൊരു മെസ്സേജൊക്കെ കണ്ടിരുന്നു. അവർ ഫ്രീ ആയിട്ട് കൊടുക്കലുണ്ട്. ടിക്കറ്റിന് പൈസ കിട്ടി അത് അവർക്ക് കൊടുക്കുക. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടണം, ഫ്രീ ആയിട്ട് കൊടുക്കുക. എന്തെങ്കിലും ചില്ലറ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. താല്പര്യമുള്ളവർ കയറി പോന്നാൽ ഇത് എങ്ങനെ കൊടുത്താലും നമുക്ക് കേൾക്കണം. ഒരു ചെറിയൊരു മൈനസ് പോലും കണ്ടെത്തിയിട്ട് നമ്മളെ വിളിച്ച് പറയും. എന്നാൽ അത്രയും സുഖമുള്ളൊരു സംഭവം നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാളും പറയില്ല. അപ്പോൾ അതൊന്നും ഇപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ വേക്കൻസി ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. പ്രിൻറ്റിങ് കമ്പനിയിലേക്ക് സൗദി എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റ്മാരെ ആവശ്യമുണ്ട്. സാലറി പറഞ്ഞിട്ടുള്ളത് 4000 റിയാൽ സാലറി ഉണ്ട്, പ്ലസ് റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ BCom ഡിഗ്രി നിർബന്ധമായിട്ടും വേണം. ഡീറ്റെയിൽസ് ശരിക്കും കേൾക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം 8-10 വേക്കൻസികൾ നമ്മൾ പറയുമ്പോൾ ഒരുപാട് മെസ്സേജ് വരും. അതുകൊണ്ടാണ് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 3 വർഷം സൗദി അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി ടൈം 10 മണിക്കൂറാണ്. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 38 വയസ്സിനകത്തുള്ള ആളുകൾ മാത്രം എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പെൻസ് ഉണ്ട്, താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. 4000 സാലറി എന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയക്കും. ഞാനത് അങ്ങനെയാണെന്ന് വിചാരിക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫുള്ളായിട്ട് വീഡിയോ നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ കാണുക, അത്രേ ഉള്ളൂ. അടുത്ത വേക്കൻസി സൗദിയിൽ തെനാസിൽ മാറാൻ നിൽക്കുന്ന ഹൗസ് ഡ്രൈവർമാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇൻഷാല്ലാ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്ന് പറയണ മാതിരി എൻ്റെ നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക, സ്റ്റാറ്റസ് വാച്ച് ചെയ്താൽ മതി. കാരണം സ്കൂൾ തുറക്കാനായി, അടുത്ത ആഴ്ച സ്കൂൾ തുറക്കാനായി. ഒരുപാട് വേക്കൻസികൾ. പിന്നെ തെനാസിൽ വേക്കൻസി ഉണ്ട്, താൽക്കാലിക ഡ്രൈവർ വേക്കൻസി ഉണ്ട് 2 മാസത്തിന്. ചിലപ്പോൾ ഡ്രൈവർമാർ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും, അവർ വരില്ല. അപ്പോൾ അവർക്ക് താൽക്കാലിക വേക്കൻസി ഉണ്ടാവും. 2500, 3000, 2000 ഒക്കെ പറഞ്ഞിട്ടുള്ള വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഇതിനൊന്നും ചിലവില്ല കേട്ടോ. ഇതൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഡ്രൈവർമാർ സൗദിയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. തെനാസിലിന് കയറാനുള്ള തെനാസിലിനാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചാൽ മതി. എന്താണെങ്കിലും ഞാൻ എൻ്റെ ജോബ് വേക്കൻസി വീഡിയോൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ പറയും. എനിക്ക് പേഴ്സണലായിട്ട് ഒരാളോടും പറയാൻ കഴിയില്ല. അത് വിചാരിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റീപ്ലൈ തന്നില്ല, എനിക്ക് വേക്കൻസി പറഞ്ഞില്ല, ഞങ്ങൾ സ്റ്റാറ്റസിൽ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ സ്റ്റാറ്റസ് വാച്ച് ചെയ്യുക കേട്ടോ. ഒരുപാട് നിങ്ങൾ കണ്ടില്ലേ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റേ ഫോൺ ആകണം, നമ്മളെ നാട്ടിലത്തെ വേക്കൻസി. ഇത് സൗദിയിലെ നമ്പറാണ്, അയക്കണ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ചോദിക്കണതാണ്, ഷഫീഖ് ഭായി സൗദിയത്തെ നമ്പറും തരുമോ ചോദിക്കണം. സൗദിയത്തെ നമ്പർ തരാത്തത് തന്നെയാണ് അവസ്ഥ. എനിക്ക് ജോലിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത വേക്കൻസി ഉള്ളത് റിയാദിലേക്ക് തന്നെയാണ്. എക്സ്പെൻസ് ഉണ്ടാവും. വെയർഹൗസ് ഹെൽപ്പേഴ്സിനാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ സാലറി പറഞ്ഞിട്ടുള്ള 1600 റിയാലും പ്ലസ് റൂമും ഉണ്ടാവും. ഡ്യൂട്ടി ടൈം 9 മണിക്കൂറാണ്. ഈ വേക്കൻസി നാട്ടിലുള്ള ആളുകൾക്കാണ് കേട്ടോ. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 32 വയസ്സിനകത്തുള്ള ആളുകളായിരിക്കണം. SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് വെയർഹൗസ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895 331 557. കഴിയുന്ന ആളുകളും വീഡിയോ സ്റ്റാറ്റസ് വെക്കുക. ആളുകളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇനി ഏകദേശം നമുക്ക് 2000-ഓളം സബ്സ്ക്രൈബ് കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 15000 സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു 3000 രൂപ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ സൗദിയിൽ നിങ്ങൾക്ക് ഓടാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ, ടാക്സി ഓടാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ നാട്ടിലുള്ള ആളുകളാണെങ്കിലും ഇവിടെ ഉള്ള ആളുകളാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ വകുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ PM ഞാൻ വരുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു ജോബ് വേക്കൻസി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.